ജീവിതത്തിൽ എത്ര പരിശ്രമിച്ചിട്ടും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റാത്തതിൻ്റെ, എത്ര ട്രൈ ചെയ്തിട്ടും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാത്തതിൻ്റെ, ലൈഫിലൊരു ചേഞ്ച് കാണാത്തതിൻ്റെ ഒരു മെയിൻ റീസണാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നെഗറ്റീവ് എനർജി. അതായത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള സറൗണ്ടിങ്സ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ പഠിക്കുന്ന, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാവാം, അല്ലെങ്കിൽ അവിടെയുള്ള സുഹൃത്തുക്കളാവാം, നമ്മുടെ കൂട്ടുകാരാകാം, നമ്മുടെ ഫാമിലിയിലുള്ള ചിലരാകാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫീഡാകാം. ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മളിലേക്ക് ഇന്ന് നെഗറ്റീവ് എനർജി വരുന്നുണ്ട്. പലരും പറയും എൻ്റെ സറൗണ്ടിങ്സ് എന്നെ ഒട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ ഇതൊരു വലിയ മിസ്റ്റേക്കാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സറൗണ്ടിങ്സ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഒരു കല്ല് വെള്ളത്തിൽ കിടക്കുന്നത് പോലെയാണ്. അത് പെട്ടെന്നല്ല ഒരു പെബിളായി വളരെ മിനുസമുള്ളൊരു കല്ലായി മാറുന്നത്. അത് പതിയെ കാലങ്ങൾ ഇതിനൂടെ വെള്ളം ഒഴുകിയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു എൻവയോൺമെൻറ്റിൽ കിടക്കുന്നതും. നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ, നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ എന്താണോ, അത് നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ മൂഡിനെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു പോസിറ്റിവിറ്റിനെ എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും. ഒരു ചീഞ്ഞ പഴങ്ങൾക്കിടയിൽ ഇരിക്കുന്ന പഴം പെട്ടെന്ന് ചീയെന്ന് പറയില്ലേ? സത്യം പറഞ്ഞാൽ ഇന്ന് പലരും ചീഞ്ഞ പഴങ്ങൾക്കിടയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നതിൻ്റെ, പെട്ടെന്ന് ഡൗൺ ആകുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. പക്ഷേ എങ്ങനെ ഈ നെഗറ്റീവ് സംഭവത്തെ ഫേസ് ചെയ്യാൻ പറ്റും? ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി പലപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ നെഗറ്റിവിറ്റിയിൽ നിന്ന് നമ്മളെ തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതായത് ഒരു കാർ റോഡിലൂടെ പോകുമ്പോൾ മഴയും ചെളിയും ഒക്കെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ കാറിൽ പലപ്പോഴും ചെളിയും മഴയും ഒക്കെ തെറിച്ചാൽ പോലും അകത്തിരിക്കുന്ന ആൾക്ക് ഒന്നും പറ്റുന്നില്ല, അയാളുടെ മുഖത്ത് വെള്ളം തെറിക്കുന്നില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനെ ബാക്കിയുള്ള നെഗറ്റിവിറ്റികളിൽ നിന്നും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിനെ എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും മാറ്റി നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് ഇങ്ങനെയൊരു ഇന്നർ പോസിറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇത്ര നെഗറ്റീവ് എനർജി ചുറ്റുമുള്ളപ്പോഴും നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ജീവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ പലതും കേട്ടിട്ട് വിട്ട് കളയാറുണ്ട്. ഒരു ചെവിയുടെ കയറ്റി മറ്റേ ചെവിയിലൂടെ കളയും. പക്ഷെ നമ്മൾ കേൾക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. മാർട്ടിൻ പറയും, ഡോണ്ട് വാക്ക് അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ, റൺ അവേ ഫ്രം ദം. ബാക്കിയുള്ളവർ എന്ത് പറയും എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല, ഒരു ചേഞ്ചസും വരുത്തുന്നില്ല. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യുന്നത്. ഒരു തെരുവ് പട്ടി അതിലൂടെ പോകുന്ന എല്ലാവരെയും നോക്കി കുരയ്ക്കുമെന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ചുറ്റുമുള്ള പലരും. അവർക്ക് ചെയ്യാൻ കഴിയില്ല, അവരുടെ സ്വപ്നങ്ങളിലില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ബാക്കിയുള്ളവർക്ക് ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരു പൂച്ച പറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ്. കാരണം പൂച്ച എത്ര ചിന്തിച്ചാലും പൂച്ചയ്ക്ക് പറക്കാനുള്ള കഴിവില്ല. പക്ഷേ ഈ പൂച്ച ഒരു പ്രാവിനോട് പറക്കാൻ കഴിയില്ല, നിനക്കും പറക്കാൻ കഴിയില്ല എന്നതുപോലെയാണ് ഈ കൂട്ടരുടെ അവസ്ഥ. രണ്ടാമത്തെ കാര്യം, ബി റെസ്പോൺസിബിൾ. അതായത് ഈ നെഗറ്റീവ് എനർജി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. പൂർണ്ണമായിട്ട് ഈ സറൗണ്ടിങ്സിനെ കുറ്റം പറഞ്ഞ് നമുക്ക് മാറാൻ പറ്റില്ല. ഒരു കുട്ടിക്ക് ഇത് ടീച്ചർ പറഞ്ഞു കൊടുത്തത് ഒരു എക്സ്പെരിമെന്റിലൂടെയാണെന്ന് കേട്ടിട്ടുണ്ട്. ടീച്ചർ 3 കാര്യങ്ങളാണ് എടുത്തത്. ഒരു ഉരുളക്കിഴങ്ങും ഒരു മുട്ടയും കുറെ കാപ്പിപ്പൊടിയും. എന്നിട്ട് 3 പാത്രങ്ങളിലായി വെള്ളം ചൂടാക്കി ഇത് 3 ഇട്ടു. കുറെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടുതൽ മൃദുലമായി, സോഫ്റ്റായി. അതേസമയം മുട്ടയിട്ടത് പുഴുങ്ങി ഹാർഡായി. അതേസമയം കാപ്പിപ്പൊടിയാകട്ടെ ആ വെള്ളത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചു. അതായത് നമ്മളുടെ നേച്ചർ എന്താണ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇന്നർ സെൽഫിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിൽ പലരും ഇന്ന് ആ ഉരുളക്കിഴങ്ങിൻ്റെ അവസ്ഥയിലാണ്. നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ എന്ത് പറഞ്ഞാലും അതിൽ നിന്ന് മൃദുലമായി, അതിൽ നമ്മുടെ ശക്തി കുറഞ്ഞു പോകുന്നത് പോലെ അതിൽ നിന്ന് കാപ്പിപ്പൊടിയിലേക്ക് നമ്മൾ യാത്ര നടത്തേണ്ടതുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റിനെയും നമ്മുടെ ചുറ്റുമുള്ളതിനെയും കംപ്ലീറ്റ് മാറ്റാൻ കഴിയുന്ന രീതിയിൽ. ഒരു മഴ പെയ്യുമ്പോൾ അതിൻ്റെ താഴെ നിന്ന് പലരും കുറ്റം പറയും, പലരും അസമയത്തുള്ള മഴയെ പഴിക്കും. പക്ഷെ ചില മനുഷ്യർ ഒരു കുടയും ചൂടി അതിലൂടെ നടന്നു പോകും. ചിലരാകട്ടെ മഴ ആസ്വദിക്കാം എന്ന് തീരുമാനിക്കും. എന്ത് പ്രശ്നമുണ്ടായാലും അത് ഫേസ് ചെയ്യുന്ന നമുക്ക് കൂടി അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയാണ് ഇനി ഇങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? ഒന്നാമത്തെ കാര്യമാണ് മഹാന്മാരുടെ കൂടെ കൂട്ടുകൂടുക. APJ അബ്ദുൽ കലാമിൻ്റെയും എബ്രാഹിം ലിങ്കണിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ കൂടെ കൂട്ടുകൂടുക എന്നർത്ഥം. പലരും ചോദിക്കും ഇതെങ്ങനെയാണ് കഴിയുന്നത്? പക്ഷേ ഇന്നത്തെ കാലത്തെ പോലെ നമുക്കിതൊരിക്കലും എളുപ്പമായിട്ടില്ല. വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ, വലിയ വലിയ സയൻറ്റിസ്റ്റുകളുടെ കൂടെ, ചിന്തകരുടെ കൂടെ നമുക്കിന്ന് ഈസിയായിട്ട് കൂട്ടുകൂടാം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ സൗഹൃദങ്ങൾ സ്ഥാപിക്കാം. അവരുടെ പുസ്തകങ്ങൾ വായിക്കുക, അവരുടെ ആത്മകഥകൾ വായിക്കുക, അവരുടെ ചിന്തകൾ മനസ്സിലാക്കുക. ഇത് യഥാർത്ഥത്തിൽ അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് പോലെ തന്നെയാണ്. അതേസമയം യൂട്യൂബിൽ ഇൻ്റർവ്യൂസ് കാണുക. നമ്മൾ അവരുടെ ആശയങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും നമ്മൾ തന്നെ വളരുകയാണ്. ഇങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് ഇന്ന് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത്, മഹാന്മാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ. രണ്ടാമത്തെ കാര്യമാണ് മോട്ടിവേഷൻ വീഡിയോസും സെൽഫ് ഹെൽപ്പ് ബുക്സുമെല്ലാം.
പലരും പറയും മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഫേക്കാണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും താഴെ പോകും, ഇതൊക്കെ ചുമ്മാ ഇമോഷണലി നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴെ പോകുന്നത്, മൂഡ് ഡൗൺ ആകുന്നത് വീഡിയോസിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ലൈഫിൻ്റെ പ്രശ്നമാണത്. നമ്മുടെ ലൈഫിൻ്റെ നേച്ചർ അങ്ങനെയാണ്. പലപ്പോഴും നമ്മുടെ മൂഡ് താഴെ പോവും, പലപ്പോഴും നമ്മൾ ഫെയിലിയേഴ്സ് ആവും, പലപ്പോഴും നമ്മൾ എല്ലായ്പ്പോഴും നമുക്ക് ഫുൾ എനർജി ഉണ്ടാവണമെന്നില്ല. ഇത് നമ്മുടെ ലൈഫിൻ്റെ പ്രത്യേകത തന്നെയാണ്. പക്ഷേ ഈ മോട്ടിവേഷൻ കേൾക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാങ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അതായത് നമ്മളെപ്പോലെ തന്നെ ജീവിതത്തിൽ നന്നാവാൻ ആഗ്രഹിക്കുന്ന, ജീവിതം ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടെത്തും. നമ്മൾ ശരിക്കും മനസ്സിലാവും ഈ യുദ്ധത്തിൽ നമ്മൾ ശരിക്കും ഒറ്റയ്ക്കല്ല എന്ന്. അത് തരുന്ന ഒരു എനർജി ഭയങ്കര വലുതാണ്. മൂന്നാമത്തെ കാര്യമാണ് സിൽവർ ലൈനിങ്. അതായത് ഒരു സ്വർണ്ണ വ്യാപാരി പറയുന്ന ഒരു കഥയുണ്ട്. നമ്മൾ ഒരിക്കലും നിലം കുഴിക്കുന്നത് കല്ല് തേടിയല്ല, മണ്ണ് തേടിയല്ല, അത് സ്വർണം തേടിയാണ്. നമ്മൾ എല്ലാ മനുഷ്യരെയും കണ്ടുമുട്ടുമ്പോൾ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ അവരിലെ സ്വർണം തപ്പുക. കാരണം നമുക്കത് മാത്രം മതി. അവരിൽ പല കല്ല് കാണും, അവരിൽ പല മണ്ണ് കാണും, പക്ഷെ നമുക്കൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് അവരുടെ സ്വർണമാണ്. എല്ലാത്തിലും നന്മ കണ്ടുപിടിക്കാൻ പഠിക്കുക. നാലാമത്തെ കാര്യം, ടേക്ക് ഇനഫ് സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്കൊരു യുദ്ധം പോലെയാണ്. ഇവിടെ നമുക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ എനർജി വേണം, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണം. അതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ഉറക്കവും നല്ല വിശ്രമവും ആവശ്യമാണ്. നമ്മുടെ ഉറക്കത്തെ ക്രമീകരിക്കുക എന്നുള്ളത് നെഗറ്റീവ് എനർജീനെ ഫേസ് ചെയ്യാനുള്ള ഒരു വലിയ പടിയാണ്. വളരെ ചെറുതാക്കി 3 ടിപ്സ് കൂടെ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, നല്ല പാട്ടുകൾ കേൾക്കുക, ലിസൺ ടു മ്യൂസിക്. രണ്ടാമത്തെ കാര്യം, സ്പീക്ക് ടു പോസിറ്റീവ് ഗൈസ്. നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ഇവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. മൂന്നാമത്തെ കാര്യം, സ്റ്റാർട്ട് റൈറ്റിംഗ് സംതിങ്. എന്തെങ്കിലും ജീവിതത്തിൽ എഴുതി തുടങ്ങുക. ഒരു പേപ്പറും പേനയും എടുത്ത് മനസ്സിൽ വരുന്നതൊക്കെ എഴുതുക. ഇത് നമ്മുടെ ആശയങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനിക്കും മുമ്പ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന് ആലോചിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സന്തോഷ വാർത്തയാണിത്. +1, +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ തുടങ്ങിയിട്ടുള്ള ഒരു ആപ്പാണ് ഫിസിക്സ് ഫാക്ടറി എന്നുള്ളത്. വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ കോഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും, ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളും, ക്വസ്റ്റ്യൻ ബാങ്കുകളും, ഡൗട്ട് ക്ലിയറൻസും, എല്ലാ കാര്യങ്ങളും ഈ ആപ്പിൽ ലഭ്യമാണ്. ഒരു വർഷത്തേക്ക് ഈ കോഴ്സിലെ എല്ലാ സേവനങ്ങളും ലഭിക്കാൻ വെറും 1000 രൂപ മാത്രമാണ് വില. INF 250 എന്ന നമ്മുടെ ചാനലിൻ്റെ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്കിത് 750 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് കിട്ടും. മറ്റെല്ലാവരേക്കാളും കുറഞ്ഞ വിലയിൽ ഇവർ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ അവസരം പാഴാക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പഠനവും പരീക്ഷയും എളുപ്പമാക്കാൻ ഇനി 1000 സ്ഥലങ്ങളിൽ ചോദ്യപേപ്പറും കോഴ്സ് മെറ്റീരിയൽസും തേടി നടക്കണ്ട. ഒറ്റ ഉത്തരം, ഫിസിക്സ് ഫാക്ടറി. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.